ലൈൻ. കാരണം ഒരു രീതി ശരിയാണ്. കാരണം ഒരുപാട് ആൾക്കാർക്ക് ഇപ്പം നോൺ ഫിക്ഷൻ എഴുതാൻ പറ്റാത്തത് ഫിക്ഷൻ വഴി എഴുതാൻ പറ്റും. കാരണം അത് ഫിക്ഷൻ അല്ലേ. അപ്പം വാട്ട് യു കാൺ സേ പബ്ലിക്ലി ആസ് ട്രൂത്ത് യു കൻ ആക്ച്വലി എൻകോഡ് ആസ് ഫിക്ഷൻ. അതൊക്കെ ഭാവി ഹിസ്റ്റോറിയൻസിന് മനസ്സിലാവും. കാരണം നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണാറുണ്ട്. There are things hidden between the lines. There are things hidden in artworks. അത് ഇപ്പോഴും ചെയ്യാറുണ്ട്. ഈ ബിൽ ക്ലിന്റന്റെ നെൽസൺ ഷാങ്ക്സ് എന്ന് പറഞ്ഞ ഒരാള് ഒരു പെയിന്റിംഗ് ഉണ്ടാക്കി. അപ്പൊ ആ പെയിന്റിംഗ് അതിന് കൃത്യം ഓർമ്മയില്ല, കണ്ടിട്ട് ഒത്തിരി കാലമായി. പക്ഷെ അതൊരു ഷാഡോ പോലെ ഒരു സാധനമുണ്ട്, കുറച്ചൊരു നീല കളർ ഒന്നാണ്. അത് ആക്ച്വലി അയാൾ ചെയ്തിരിക്കുന്ന ഒരു മോണിക്ക ലെവിൻസ്കി സ്കാൻഡൽ ഇല്ലായിരുന്നു. പ്രസിഡന്റിന്റെ പോർട്രേറ്റാണ്. അവരന്ന് ഇട്ടിരുന്ന ഒരു ബ്ലൂ ഡ്രസ്സാണ്. അതിന്റെ ഛായ എന്നുള്ള രീതിയിലാണ് ഈ പെയിന്റിംഗ് കിട്ടിയിരിക്കുന്നത്. ബിൽ ക്ലിന്റൺ കണ്ടാൽ തോന്നത്തില്ല. നമ്മൾ വിചാരിക്കും ഒരു പ്രസിഡന്റിന്റെ ഒരു സാധാരണ പെയിന്റിംഗ് ആണ്. പക്ഷെ ആ ബിൽ ക്ലിന്റന്റെ റെപ്യൂട്ടേഷനെ നശിപ്പിച്ച കോൺട്രവേഴ്സി ആ സ്ത്രീയുടെ ഒരു പ്ലേസ് ദാറ്റ് ഷീ ഹാസ് ഇൻ ഹിസ് നാരേറ്റീവ് അവരെ മാറ്റി നിർത്തോണ്ട് ബിൽ ക്ലിന്റൺ ഹിസ്റ്ററി എഴുതാൻ പറ്റില്ല. അതിനെ സട്ടിലായിട്ട് ഒരു ഷാഡോയുടെ രീതിയിൽ ഈ പെയിന്റിംഗ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ആ പെയിന്റിംഗ് പഠിക്കുന്നവർക്ക് എല്ലാം മനസ്സിലാവും ഈ ഷാഡോ ചുമ്മാ വന്ന ഷാഡോ അല്ല. ഇറ്റ്സ് എ ഷാഡോ ഓഫ് എ ഡ്രസ്, ഇറ്റ്സ് എ ഷാഡോ ഓഫ് എ പർട്ടിക്കുലർ വുമൺ ഹു വോർ ദാറ്റ് ഡ്രസ്. അങ്ങനെ ഒരു കഥ ഇപ്പൊ കണ്ടംപററി സമയത്ത് തന്നെ കുറച്ച് വർഷങ്ങൾക്കൊന്നും ഉണ്ടായിരുന്നു. അതുപോലെ ഹിസ്റ്റോറിക്കലി നമുക്ക് കിട്ടാറുണ്ട്. There are lots of silences that you have to find. ഒരു നല്ല ഹിസ്റ്റോറിയൻ ഒരു റെക്കോർഡ് മാത്രമല്ല നോക്കുന്നത്, റെക്കോർഡിനകത്ത് എന്താണ് ഒമിറ്റ് ചെയ്യുന്നത് അതും കൂടെ നമ്മൾ നോക്കും. റെക്കോർഡ് എന്തിനാണ് ഇറേസ് ചെയ്യുന്നത് അതും കൂടെ നമ്മൾ നോക്കും. ഫോർ എക്സാമ്പിൾ ഭാവി ഈ സമയത്തെ ഹിസ്റ്ററി, ഭാവിയിൽ ഒരാള് ഇന്ത്യൻ പോളിറ്റീഷ്യൻസ്, ചീഫ് മിനിസ്റ്റേഴ്സ് ആവാം, പ്രൈം മിനിസ്റ്റർ ആവാം, അവര് മാത്രം കൊടുക്കുന്ന പ്രസംഗങ്ങൾ വെച്ചുകൊണ്ട് എഴുതിയാൽ they're not going to get a full picture. പ്രസംഗങ്ങൾ വെച്ചാൽ എല്ലാം നല്ല കാര്യങ്ങളല്ലേ ഉള്ളൂ നടക്കുന്നത്. നമ്മുടെ പ്ലാസ്റ്റിക് സർജറി മുതൽ എല്ലാം പണ്ട് കാലം പോലെ ഉണ്ടായിട്ടുള്ള ആൾക്കാരായിരുന്നു, അതൊക്കെ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഭാവിയിലുള്ള ഒരാൾ 21st century ഇന്ത്യയെ മനസ്സിലാക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം എടുത്ത് നോക്കിയാലും കാര്യമില്ല. കാരണം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് കാസ്റ്റ് ഇസ് അബോളിഷ്ഡ്, പക്ഷെ കാസ്റ്റ് ഇസ് സ്റ്റിൽ ദേർ അല്ലേ. ഇറ്റ്സ് ലീഗലി അബോളിഷ്ഡ്, സോഷ്യലി സ്റ്റിൽ പ്രസന്റ്. അപ്പൊ അത് വെച്ചുകൊണ്ട് മാത്രം മനസ്സിലായി. യു ഹാവ് ടു ലുക്ക് ഫോർ ദ ഗാപ്സ്, യു ഹാവ് ടു ലുക്ക് ഫോർ അതർ സോഴ്സസ്. ന്യൂസ് പേപ്പേഴ്സ് കാണും, ചിലപ്പോൾ ഇന്റർനെറ്റ് വന്നതിന് ശേഷം ബ്ലോഗ്സ് കാണും, വീഡിയോസ് കാണും, ഈ കമീഡിയൻസിന്റെ പെർഫോമൻസസ് കാണും. ഇതെല്ലാം കൂടെ നേരത്തെ വെച്ചാൽ നമുക്ക് സത്യത്തിൽ എന്തോ നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഇസ് ട്രൂ ഓഫ് ദ പാസ്റ്റ് ദെൻ ആൻഡ് ഇറ്റ് ഇസ് ട്രൂ ഓഫ് അവർ പ്രസന്റ് ടുഡേ ആസ് വെൽ. അപ്പം ഇന്നത്തെ സന്ദർഭത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഫിക്ഷനിലാണ് എൻകോഡ് ചെയ്ത് പോകുന്നത്. ഭാവിയിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പാസ്റ്റിനെ പറയുന്ന പോലെ they can also analyze that and get to the point. അതപ്പം is not to be afraid of or not something to worry about. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത്